പവിത്രം സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ വിക്രം ചോദിക്കുക എന്താന്ന് വെച്ചാൽ ഒന്ന് തെളിച്ച് പറ വേതാളം. അപ്പോൾ വേദം നടന്ന കാര്യങ്ങൾ ഓരോന്നായിട്ട് പറയുകയാണ്. രാവിലെ തന്നെ തിരുമേനി അമ്പലം തുറന്നപ്പോൾ ഭണ്ഡാരം കാണാതെ നിലവിളിക്കുന്നതും ആളുകളൊക്കെ കൂടിയിട്ട് അല്ല എന്താ ഇവിടെ സംഭവിച്ചത്. അപ്പോൾ തിരുമേനി പറയുന്നുണ്ട് ഞാൻ ഇന്നലെ പോകാൻ നേരത്ത് വരെ നോക്കിയതാ, ഇവിടെ തന്നെ ഉണ്ടായിരുന്നു എന്നേ. ശബ്ദം കേട്ട് ഓടി വന്ന വേദ എന്താ കാര്യമെന്ന് തിരക്കുമ്പോൾ അവിടെ നിന്നവരെല്ലാം ദേ കണ്ടില്ലേ ഭണ്ഡാരം ആരോ അടിച്ചുകൊണ്ട് പോയിരിക്കുന്നു. അപ്പോൾ തിരുമേനി എടുത്ത് മറ്റൊരാൾ പറയുകയാണ് അല്ല ഇവിടെ CCTV ഇല്ലേ, അപ്പോൾ നോക്കിയാൽ പോരെ ആരാ എടുത്തതെന്ന് അറിയാലോ. തിരുമേനി പറയാം അതിൻ്റെ ആവശ്യം ഇവിടെ ഉണ്ടായിട്ടില്ല. ഇത് കേട്ടിട്ട് അവിടെ നിന്നൊരാൾ പറയാം പുതുതായിട്ട് ഇവിടെ ഒരാൾ ഭജനയ്ക്ക് വന്നല്ലോ, അയാൾ തന്നെയായിരിക്കും എടുത്തോണ്ട് പോയത്. അല്ല തല്ലും ഗുണ്ടായിസോ അല്ലാതെ വിക്രം ഇപ്പോൾ മോഷണം തുടങ്ങിയോ? പറയൂ കുട്ടി, വിക്രം എവിടെ? അപ്പോൾ ഈ നടന്ന കാര്യങ്ങളെല്ലാം വേദ വിക്രമിനോട് പറയുമ്പോൾ വിക്രം ചോദിക്കുക നീ എന്തായി പറയുന്നത്? ഞാൻ മോഷ്ടിച്ചെന്നോ? എനിക്കതിൻ്റെ ആവശ്യം എന്താ? ഞാൻ ഒരിക്കലും അത് ചെയ്തിട്ടില്ല. അപ്പോൾ വേദ പറയാ അവിടെ ഉള്ളവർ തന്നെയാ പറഞ്ഞത് നിങ്ങളാ അത് മോഷ്ടിച്ചെന്ന്. അല്ല നിങ്ങൾ ഞാനറിയാതെ രാവിലെ എന്തിനാ ഇങ്ങോട്ട് വന്നത്? ഭജന ഇരുന്നേയല്ലേ അവിടെ. അപ്പോൾ വിക്രം പറയാം ഞാൻ ഇവിടെ വന്നെന്ന് കരുതി അവിടെ മോഷ്ടിച്ചെന്നാണോ? ഞാൻ ഒരിക്കലും അത് ചെയ്തിട്ടില്ല, ഇന്നേ വരെ കള്ളൻ എന്ന പേര് ഞാൻ കേൾപ്പിച്ചിട്ടില്ല. ഇത് കേൾക്കുമ്പോൾ വേദ പറയാം പക്ഷേ അവിടെ ഉള്ളവരെല്ലാം പറയുന്നത് നിങ്ങൾ തന്നെ അത് മോഷ്ടിച്ചെന്നാ. ഇപ്പോൾ ആ പേര് കൂടി നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഇതെല്ലാം ഒളിഞ്ഞു നിന്ന് കേൾക്കുന്ന നന്ദിനി പെട്ടെന്ന് തന്നെ അടുക്കളയിലേക്ക് ഓടി ചെന്നിട്ട് അമ്മയോട് പറയാണ് അമ്മേ ദേ അമ്പലത്തിലെ ഭണ്ഡാരം കാണാനില്ലെന്ന്, അത് മോഷ്ടിച്ചത് വിക്രമാണെന്നാ എല്ലാവരും പറയുന്നത്. ഞാൻ രാവിലെ മുറ്റം തൂക്കാനായിട്ട് ചെന്നപ്പോൾ ഭജനയ്ക്ക് പോയിരുന്ന വിക്രം ദാ റൂമിൽ കിടന്ന് ഉറങ്ങുന്നു. ഞാൻ അത് നോക്കിക്കൊണ്ടിരുന്നപ്പോൾ പുറത്തു നിന്ന് ദാ വേദ വരുന്നു. അവൾ എന്നെ കുറേയൊക്കെ പറഞ്ഞു. എന്നിട്ട് എന്താന്ന് ഞാൻ ഒളിച്ചു നിന്ന് കേട്ടതാ ഭണ്ഡാരം എടുത്തുകൊണ്ട് പോയത് വിക്രമാണെന്നാ അമ്പലത്തിലുള്ളവരെല്ലാം പറയുന്നതെന്ന്. ഇതെല്ലാം കേട്ടുകൊണ്ട് നിന്ന മാഷ് പറയുകയാണ് നീ എന്തൊക്കെയാ പറഞ്ഞത്? താലി കെട്ടിക്കൊണ്ടുവന്ന പെൺകുട്ടിക്ക് അവനെ നേരെയാക്കാനുള്ള സ്വാതന്ത്ര്യം ഇല്ലേന്ന്, അവനെ അങ്ങ് നേരെയാക്കുമെന്ന്. എന്നിട്ടിപ്പോ എന്തായി? ഇത്രയും നാളും കൂലിത്തല്ലുകാരൻ്റെയും ഗുണ്ടയുടെയും അച്ഛൻ എന്ന പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ കള്ളന്റെ അച്ഛൻ എന്നുള്ള പേര് കൂടി എനിക്ക് കിട്ടി. വളരെ നന്നായിട്ടുണ്ട്. പുറത്തുനിന്ന് ആരോ മാഷയെന്ന് വിളിക്കുന്ന കേൾക്കുമ്പോൾ മാഷ് പറയാ ദേ കണ്ടില്ലേ മോന്റെ വീരസാഹസം കേട്ടിട്ട് ആരൊക്കെ പുറത്തു വന്ന് നിൽപ്പുണ്ട്. എന്നിട്ട് എല്ലാവരും പുറത്തേക്ക് പോകുന്നു. ഈ സമയം വിനയനകത്തേക്ക് കയറി വരുന്നു. എന്നിട്ട് ചോദിക്കുക അല്ല എന്താ പ്രശ്നം? അപ്പോൾ നന്ദിനി പറയാം നിങ്ങൾ മൂട്ടി വെയിൽ വരുന്നവരെ വരെ അവിടെ കിടന്നു മോഷണം നടന്നെന്ന്. നിങ്ങളുടെ അനുജൻ വിക്രം ആ അമ്പലത്തിലെ ഭണ്ഡാരം മോഷ്ടിച്ചെന്ന്. വാ നമുക്ക് പോയി കേൾക്കാം. അങ്ങനെ എല്ലാവരും പുറത്തേക്ക് വരുമ്പോൾ അമ്പലത്തിലെ പ്രസിഡന്റ് അവിടേക്ക് വരുന്നു. അപ്പോൾ മാഷിനോട് മാഷേ എന്ന് വിളിക്കുമ്പോൾ മാഷ് പറയാം വേണ്ട ഗോപി ഞാൻ എല്ലാം അറിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ശബ്ദം കേട്ടിട്ട് വേദയും വിക്രവും പുറത്തേക്ക് ഇറങ്ങി വരുന്നു. അപ്പം മാഷ് ചോദിക്കുക ഞാൻ കേട്ടതെല്ലാം സത്യമാണോ? ഗോപി പറയുകയാണ് അതെ മാഷേ ഭണ്ഡാരം കാണാതായിരിക്കുകയാണ്. ഇത് കേട്ടിട്ട് കമല പറയാം എൻ്റെ മകൻ അവിടെ ഭജന ഇരുന്നത് പറഞ്ഞ് ഭണ്ഡാരം കാണാതായാൽ എൻ്റെ മകനാണോ ആ തെറ്റ് ചെയ്തത്? അങ്ങനെ പറയുന്നതിൽ എന്താ അർത്ഥമുള്ളത്? വേദ പറയാം ഞാൻ ആ സമയം അമ്പലത്തിലുണ്ടായിരുന്നല്ലോ, ഞാൻ ചേർന്ന ഇത് മോഷ്ടിച്ചെന്ന് പറയൂ. ഇതൊക്കെ കേട്ടിട്ട് നന്ദിനി പറയാം അത് പിന്നെ വിക്രം തിരിച്ച് വീട്ടിലേക്ക് വന്നില്ലേ, അതുകൊണ്ടായിരിക്കും നാട്ടുകാർക്ക് എല്ലാവർക്കും സംശയം അല്ലേ ഗോപി ചേട്ടാ. അപ്പോൾ ഗോപി പറയുകയാണ് ആരാ എന്താ മോഷ്ടിച്ചെന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ ഒരു ദൃക്സാക്ഷിയുണ്ട്, കറവക്കാരൻ ചന്ദ്രൻ. ചന്ദ്രൻ ഇതൊക്കെ നേരിട്ട് കണ്ടിട്ടുണ്ടെന്നാ പറഞ്ഞത്. പിന്നെ കമ്മിറ്റിക്കാരും എല്ലാവരും വന്നിട്ടുണ്ട്. മാഷിനോട് പോലീസിനെ വിളിക്കുന്നതിന് മുൻപ് അങ്ങോട്ട് ചെല്ലാനാ പറഞ്ഞിരിക്കുന്നത്. ഇത് കേട്ടിട്ട് മാഷ് പറയാണ് ഞാനെന്തിനാ ഈ അപമാനം സഹിച്ച് അവിടെ വന്ന് നിൽക്കേണ്ടത്? അപ്പോൾ വേദ പറയുകയാണ് അതിന് മോഷണക്കുറ്റം തെളിയിച്ചാൽ മാത്രമല്ലേ അപമാനം സഹിക്കേണ്ടതുള്ളൂ. ഇത് കേട്ടിട്ട് മാഷ് പറയുകയാണ് അങ്ങനെ ഒരു ഭാഗ്യ പരീക്ഷണം നടത്താൻ എനിക്ക് മനസ്സില്ല. എല്ലാം കേട്ടിരുന്നിട്ട് വിക്രം പറയുകയാണ് ഗോപിച്ചേട്ടാ ഞാനല്ലേ കുറ്റക്കാരനായിട്ട് എല്ലാവരുടെയും മുന്നിൽ നിൽക്കുന്നത്, ഞാൻ തന്നെ നേരിട്ട് വരാം. എനിക്ക് ഇങ്ങനൊരു ആരോപണം ഉണ്ടായെന്ന് വിചാരിച്ച് ഒഴിഞ്ഞു മാറേണ്ട ആവശ്യമൊന്നുമില്ല, ഞാൻ നേരിട്ട് വരാം. ഗോപിച്ചേട്ടാ ഇപ്പോൾ ചെല്ല്. അങ്ങനെ ആ അമ്പലത്തിൽ നിന്ന് വന്ന ആൾ അവിടെ നിന്ന് പോകുമ്പോൾ വിക്രം അമ്മയോട് പറയുകയാണ് എനിക്ക് ആരെയും ഒന്നും തെളിയിക്കേണ്ട ആവശ്യമില്ല, പക്ഷേ അമ്മയോട് ഞാൻ പറയാം ഞാൻ ഒരിക്കലും ഈ തെറ്റ് ചെയ്തിട്ടില്ല. അമ്മ ധൈര്യമായിട്ടിരിക്കെ. ഇതൊക്കെ കേട്ടിട്ട് മാഷ് പറയുകയാണ് ഒരു കള്ളനും ആദ്യം ചെയ്ത തെറ്റ് അംഗീകരിച്ചിട്ടേ ഇല്ല. അങ്ങനെ കമല വിഷമിക്കുക കാണുമ്പോൾ വിക്രം പറയാം ഞാൻ പോയിട്ട് വരാം. അപ്പോൾ അമ്മ പറയാം വേണ്ട മോനെ നീ അങ്ങനെ എല്ലാവരുടെയും മുന്നിൽ തല തട്ടി നിൽക്കണ്ട, ഞാനും കൂടെ വരാം. അപ്പോൾ മാഷ് പറയുകയാണ് കൂടെ പോകുന്നതൊക്കെ കൊള്ളാം, പക്ഷേ അവിടെ കമ്മിറ്റിക്കാരും പോലീസുകാരും എല്ലാം നേരെ തിരിച്ചാണ് ചെയ്യുന്നതെങ്കിൽ ആ വഴിയെ എല്ലാവരും പൊക്കോണം, പിന്നെ ഇങ്ങോട്ട് വരാൻ പാടില്ല. ഇതൊക്കെ കേട്ടിട്ട് വേദ പറയാം ഞാൻ പക്ഷേ വിക്രമിൻ്റെ കൂടെ പോകും. അത് ആരെയും ധിക്കരിച്ചതുകൊണ്ട് മാത്രമല്ല, എനിക്ക് ഉറപ്പുണ്ട് വിക്രം ഈ തെറ്റ് ചെയ്തിട്ടില്ല. ഇതെല്ലാം കേട്ടിട്ട് മാഷ് അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ വേദയാണെങ്കിൽ അമ്മയോട് പറയുകയാണ് അമ്മേ ചില വിശ്വാസം നമ്മളെ രക്ഷിച്ചിരിക്കും. എനിക്ക് വിശ്വാസമുണ്ട് വിക്രം ഈ തെറ്റ് ചെയ്തിട്ടില്ല. അങ്ങനെ അമ്മയാണെങ്കിൽ വേദയെ കെട്ടിപ്പിടിച്ച് നിന്ന് കരയുകയാണ്. അപ്പോൾ കമ്മിറ്റിക്കാരൊക്കെ പറയാണ് അല്ല ഇങ്ങനൊരു മോഷണം നടത്തിയിട്ട് സുഖമായിട്ട് പോയി കിടന്ന് ഉറങ്ങുക, വിളിക്കുമ്പോൾ ദാ വരുന്നു എന്ന് പറയുന്നു, എനിക്കൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഗോപിച്ചേട്ടൻ പറയാം അവൻ്റെ ഭാര്യ പറയുന്നത് അവൻ മോഷ്ടിച്ചില്ല എന്ന് തന്നെയാണ്.
അങ്ങനെ എല്ലാവരും ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ ചന്ദ്രൻ പെട്ടെന്ന് പറയുകയാണ്, ഞാനിത് നേരിട്ട് കണ്ട ദൃക്സാക്ഷിയാണ്. എനിക്ക് ഉറപ്പുണ്ട് ഇത് വിക്രം തന്നെയാണ് ചെയ്തത്. ഒരു പാർട്ടിക്കാരും ഇതിൽ ഇടപെടാൻ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എങ്കിൽ പിന്നെ നമ്മുടെ ഓട്ടൊക്കെ കുറയുമല്ലോ. അങ്ങനെ എല്ലാവരും പോലീസ് വരട്ടെ എന്നിട്ട് തീരുമാനിക്കാമെന്ന് പറയുന്നു. ഇപ്പോൾ രാധ പറയുകയാണ്, ദേ ഇന്നേ വരെ ഗുണ്ടായുസവും തല്ലും ഒക്കെ കാണിക്കുന്നുണ്ടെങ്കിലും മോഷണം നടത്തിയിട്ടുണ്ടോ വിക്രമേട്ടൻ അത് ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെയ്തിട്ടില്ല, അത്ര തന്നെ. അപ്പോൾ കമ്മിറ്റിക്കാർ പറയുകയാണ്, അതൊക്കെ ശരി തന്നെ, പക്ഷേ ആർക്കും എപ്പോൾ വേണമെങ്കിലും മാറാലോ. ഈ സമയം വിക്രമും വേദയും അവിടേക്ക് വരുന്ന സൗണ്ട് കേട്ട് എല്ലാവരും ഇങ്ങനെ തിരിഞ്ഞു നോക്കുകയാണ്. അങ്ങനെ വേദയും വിക്രമും വന്നിറങ്ങുന്ന സമയത്ത് തന്നെ കാറിൽ നിന്ന് വേദയുടെ ചേട്ടൻ ശ്രീകാന്തും ഇറങ്ങുന്നു. അപ്പോൾ വേദ ചോദിക്കുക, ആഹാ എല്ലാം അറിഞ്ഞിട്ട് ഇവിടെ തന്നെ വന്ന് നിൽപ്പുണ്ടായിരുന്നല്ലേ? അപ്പോൾ ശ്രീകാന്ത് പറയുകയാണ്, അത് പിന്നെ നീ സൽസഫായിട്ട് കൊണ്ടു നടക്കുന്ന നിന്റെ ഭർത്താവിൻ്റെ സദ്ഗുണം പുറത്തു വരുമ്പോൾ അതിന് സാക്ഷിയാവാൻ ഞാനും ഇവിടെ വേണ്ടേ? എന്നാലും രാത്രി തന്നെ ഈ ഭണ്ഡാരം മോഷ്ടിച്ചുകൊണ്ട് പോയിട്ട് ഞാൻ കുറ്റക്കാരനല്ലെന്ന് പറഞ്ഞ് ഇവിടെ വന്ന് നിൽക്കാൻ ഒരു ചങ്കൂറ്റം തന്നെ വേണം. കായംകുളം കൊച്ചുണ്ണിക്ക് പോലും ഇത്രയും ചങ്കൂറ്റം കാണില്ല. അപ്പോൾ വിക്രം പറയാം, അത് ശരിയാ, കള്ളന്മാരെ നേരിട്ട് അറിയാവുന്നവർക്ക് ഇതൊക്കെ മനസ്സിലാവും. വിക്രം ഒരിക്കലും ഇതൊന്നും ചെയ്യില്ലെന്ന് എനിക്ക് വിശ്വാസമാണ്, എനിക്ക് ഉറപ്പാണ്. പിന്നെ ചേട്ടനുൾപ്പെടെ എല്ലാവരും ഇത് വിക്രം തന്നെയാ ചെയ്യുന്നതെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഇതിന് പിന്നിൽ വേറെ എന്തോ കളിയുണ്ട്. അത് കുറച്ച് കോമൺ സെൻസ് ഉണ്ടെങ്കിൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ വിക്രമിനെ വിളിച്ച് വേദ അവിടെ നിന്ന് പോകുന്നു. ഈ സമയം പോലീസുകാർ അവിടേക്ക് വരുന്നു. പോലീസുകാരൻ വന്നിറങ്ങി ഉടനെ തന്നെ ശ്രീകാന്തിനെ നോക്കി ചിരിക്കുകയാണ്. എന്നിട്ട് വിക്രമിന്റെ അടുത്തേക്ക് വന്നിട്ട് ജീപ്പിൽ കയറടാ എന്ന് പറഞ്ഞ് എല്ലാവരും ചേർന്ന് പിടിക്കുമ്പോൾ വിക്രം പറയാം, ദേ തൊട്ടു പോകരുത്, ഞാൻ ഈ തെറ്റ് ചെയ്തിട്ടില്ല. പോലീസുകാരൻ പറയാണ്, വെറുതെ ഉമ്മാക്കി കാണിക്കാതെ ജീപ്പിൽ കയറടാ. അപ്പോൾ വേദ ചോദിക്കുക, അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ തെളിവുകളെല്ലാം ശേഖരിച്ചിട്ട് തന്നെയാണോ നിങ്ങൾ വിക്രമിനെ അറസ്റ്റ് ചെയ്യാൻ പോകുന്നത്? അപ്പോൾ പോലീസുകാരൻ ശ്രീകാന്തിനെ ഒന്ന് നോക്കുന്നു. ശ്രീകാന്ത് തലയാട്ടുമ്പോൾ പോലീസുകാരൻ പറയുകയാണ്, ആദ്യം അറസ്റ്റ്, പിന്നെ തെളിവ് ശേഖരണം, അതിനുശേഷമാണ് കോടതി. അതിൻ്റെ രീതിയിൽ തന്നെ നടക്കും. ഞങ്ങളിപ്പോൾ ഇവനെ കൊണ്ടുപോകാമെന്ന് പറയുമ്പോൾ വേദ പറയാം, അതിനു മുൻപ് എനിക്കൊരു കാര്യം പറയാനുണ്ട്. നിയമത്തിന്റെ വഴിയെ പോകാൻ എനിക്ക് വിക്രമിൻ്റെ അടുത്ത് കുറച്ച് ചോദിക്കാനുണ്ട്. എന്തായാലും ഇത്രയും പേരുടെ മുന്നിൽ നിന്ന് വിക്രം ഓടിയൊന്നും പോകുമെന്ന് തോന്നുന്നുണ്ട. അതുകൊണ്ട് എനിക്ക് വിക്രമിനോടൊന്ന് സംസാരിക്കണം. അപ്പോൾ പോലീസുകാരൻ ശ്രീകാന്തിനെ നോക്കുമ്പോൾ സംസാരിച്ചോട്ടെ എന്ന് ശ്രീകാന്തും കാണിക്കുന്നു. അപ്പോൾ വേദ പറയാണ്, വിക്രം നിയമത്തിൻ്റെ വഴിയെ പോകാൻ എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, നിങ്ങൾ എൻ്റെ കൂടെ വാ. എന്നിട്ട് വേദ വിക്രമിനെ മാറ്റി നിർത്തിയിട്ട് ചോദിക്കുക, ദേ നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടോ നിങ്ങളുടെ ഭാര്യ എന്ന അധികാരത്തിലോ ഒന്നുമല്ല ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ഇതിനെല്ലാം കാരണക്കാരി ഞാനാണ് നിങ്ങളെ നേരെയാക്കാൻ വേണ്ടി നിങ്ങളെ ഒരു പാഠം പഠിപ്പിക്കാൻ ഈ അമ്പലത്തിലേക്ക് കൊണ്ടുവന്നത്. ഞാനൊരു കാരണക്കാരി ആയതുകൊണ്ട് മാത്രമാണ് ഇതുവരെ കിട്ടാത്ത നിങ്ങൾക്കുള്ള ഈ കള്ളൻ എന്നുള്ള പേര് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് നിങ്ങളെ രക്ഷിച്ചേ പറ്റൂ. അതുകൊണ്ടാണ് ചോദിക്കുന്നത്, എന്തെങ്കിലും നിങ്ങൾ ഈ ഇടയ്ക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടോ? ഏതെങ്കിലും കൂലിത്തല്ലോ അങ്ങനെ എന്തെങ്കിലും? അപ്പോൾ വിക്രം പറയാണ്, കൂലിത്തല്ലൊന്നുമല്ല, പക്ഷേ അങ്ങനെ രാധയുടെ വീട്ടിൽ നടന്ന സംഭവങ്ങളെല്ലാം പറയുന്നു. അപ്പോൾ വേദ പറയുകയാണ്, എങ്കിൽ പിന്നെ നിങ്ങൾക്ക് എല്ലാവരുടെ മുന്നിൽ അത് പറഞ്ഞൂടെ? അപ്പോൾ വിക്രം പറയാണ്, അതൊന്നും വേണ്ട, അതിപ്പോൾ പറഞ്ഞാൽ രാധയും ഞാനും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടെന്നൊക്കെ പറഞ്ഞു പരത്തി പിന്നെ ആകെ പ്രശ്നമാവും. അവളുടെ കല്യാണത്തിന് അതൊരു തടസ്സമായെന്നിരിക്കും. അവളുടെ കല്യാണം നല്ല രീതിയിൽ തന്നെ നടക്കണം. ഞാൻ കാരണം അതിനൊരു പ്രശ്നം ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് ഈ കാര്യങ്ങളൊന്നും പറയണ്ട. അങ്ങനെ പോലീസുകാർ വിക്രമിനെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോവാണ്. വിക്രം പറഞ്ഞ വാക്കുകളൊക്കെ കേട്ടിട്ട് വിക്രമേട്ട എന്ന് കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് രാധ. അങ്ങനെ വിക്രമിനെ പോലീസുകാർ അവിടെ നിന്ന് കൊണ്ടുപോയതിനു ശേഷം രാധ വേദയോട് പറയുകയാണ്, നീ കാരണമാണ് ഇതെല്ലാം സംഭവിച്ചത്. ഞാൻ എല്ലാം അറിഞ്ഞു. നന്ദിനി അടുത്ത് എന്നോട് എല്ലാം പറഞ്ഞു. നീ നിർബന്ധിച്ചത് കൊണ്ട് മാത്രമല്ലേ ഭജന ഇരിക്കാൻ വിക്രമേട്ടൻ ഇങ്ങോട്ട് വന്നത്? ഇതെല്ലാം നിന്റെ പ്ലാൻ അല്ലായിരുന്നോ? എന്താടി നീ ഒന്നും മിണ്ടാതെ നിൽക്കുന്നതെന്ന് രാധ ചോദിക്കുമ്പോൾ വേദ പറയുകയാണ്, നിന്റെ കല്യാണത്തിന് ഞാനും വിക്രമും ഒരു ഗിഫ്റ്റുമായിട്ട് കാണാൻ വരുന്നുണ്ട്. അന്ന് ഞാൻ ഇതിനുള്ള എല്ലാം മറുപടിയും തരുമെന്ന് പറഞ്ഞിട്ട് വേദ അവിടെ നിന്ന് പോകുന്നു. അടുത്തതായിട്ട് കാണിക്കുന്നത് വിനയൻ ഓടി വീട്ടിലേക്ക് വന്നിട്ട് കുറച്ച് വെള്ളമൊക്കെ വാങ്ങി കുടിച്ചിട്ട് എല്ലാവരോടായിട്ട് പറയുകയാണ്, പോലീസ് വിക്രമിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ ഭണ്ഡാരം മോഷ്ടിച്ചത് അവനാണെന്ന് തെളിവ് സഹിതമാണ് പോലീസുകാർ പിടിച്ചിരിക്കുന്നത്. അങ്ങനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി. തല്ലിയെന്നൊക്കെയാ തോന്നുന്നത്. കവിളത്ത് 2 എണ്ണം, പിന്നെ മുട്ടുകാലം അടക്കി ഒരെണ്ണം. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് വിശ്വം ചോദിക്കുക, അല്ല നീ അത് കണ്ടോ? അപ്പോൾ വിനയം പറയാം, ഞാൻ കണ്ടില്ല, പറയുന്നത് കേട്ടതാ. അങ്ങനെ ഓരോന്ന് പറയുന്ന കേട്ടപ്പോൾ അമ്മ കരയാനായിട്ട് തുടങ്ങുന്നു. മാഷ് പറയുകയാണ്, കള്ളന്മാരായാൽ പോലീസുകാർ ഇടിച്ചെന്നും ഓരോന്ന് പറഞ്ഞെന്നും ഇരിക്കും. എന്നിട്ട് മാഷ് ദേശിച്ച് അകത്തേക്ക് പോകുന്നു. അമ്മയാണെങ്കിൽ അകത്തേക്ക് പോകുമ്പോൾ പെട്ടെന്ന് നന്ദിനി വിനയനോട് ചോദിക്കുക, അല്ല നിങ്ങൾക്കെന്താ അവനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയെന്ന് കേട്ടപ്പോൾ ഒരു സന്തോഷം? അപ്പോൾ
പെട്ടെന്ന് വിനയം പറയാം, സന്തോഷോ? അത് പിന്നെ ജാള്യതയായിരിക്കും, മുഖത്ത് ജാള്യത വന്നോണ്ട് അങ്ങനെ തോന്നുന്നത് അല്ലേ ചേട്ടാ എന്ന് വിഷ്ണുനോട് ചോദിക്കുമ്പോൾ വിഷ്ണു പറയാം, ജാള്യത വരുമ്പോൾ ഇങ്ങനെ സന്തോഷത്തോടാണ് അവിടെ നിൽക്കുന്നത്. എന്നിട്ട് വിഷ്ണു ഒന്നും മിണ്ടാതെ അകത്തോട്ട് പോകുന്നു. നന്ദിനിയാണെങ്കിൽ സംശയത്തോടെ വിനയനെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുക. വിനയം പെട്ടെന്ന് അവിടെ നിന്ന് പോകുന്നു. അപ്പോൾ നന്ദിനി മനസ്സിൽ പറയാം, എന്തായാലും അവളുടെ ശല്യം ഒഴിഞ്ഞു കിട്ടിയല്ലോ, അത് മതി. അടുത്തതായിട്ട് കാണിക്കുന്നത് വേദയാണെങ്കിൽ ശ്രീനിവാസൻ സാറിനെ കാണാനായിട്ട് വീട്ടിലേക്ക് ചെല്ലുന്നു. അങ്ങനെ ശ്രീനിവാസൻ സാറ് വേദയുടെ അടുത്തേക്ക് ചെല്ലുന്നു. ഇവിടെ വെച്ചാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ കൂടി മറക്കരുത്.